ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഡേറ്റ് ഓഗസ്റ്റ് 28. ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ മോർണിംഗിൽ ഒരു സെല്ലിംഗ് മൊമെൻറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 54,000 ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് ബാങ്ക് നിഫ്റ്റി ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് വ്യൂ ആണ്. ഞാനിവിടെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് കോൾ ഓപ്ഷനിലാണ്. സോ ട്രേഡ് എടുത്തിട്ട് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ഒരു ട്രേഡ് എടുത്തത് എന്നുള്ളത്. 105 ക്വാണ്ടിറ്റി. ഓക്കെ, ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇന്നൊരു നോർമൽ ഡേ അല്ല. ഇന്ന് NSE മന്ത്ലി എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് റിസ്ക് അധികമുണ്ട്. അപ്പോൾ നോർമലി വെക്കുന്നതിനെക്കാട്ടി കുറച്ച് കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 120 പോയിന്റ് മേ ബി എക്സ്പെക്ട് ചെയ്യാം. ചാർട്ട് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ട്രോങ് സെല്ലിംഗ് നടന്നിട്ടുണ്ട്. കണ്ടിന്യൂഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നും മോർണിംഗിൽ അതുപോലുള്ളൊരു ക്യാൻഡിലാണ് ഫോർമേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാൻഡിലൊക്കെ കണ്ടിട്ട് നോർമലി കഴിഞ്ഞ ദിവസം സെല്ലിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും സെല്ലിംഗ് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് സെല്ലിംഗ് പൊസിഷൻ എടുത്തിട്ടുണ്ടാകും, എസ്പെഷ്യലി റീറ്റെയിൽ ട്രേഡേഴ്സൊക്കെ. 54,000 ലെവൽ കൂടി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ നോക്കിയിട്ട്, സൈക്കോളജിക്കൽ ലെവൽ നോക്കി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും പൊസിഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ നോർമലി അവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ മുകളിൽ വലിയ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്നൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ഡേ ഹൈ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മേ ബി ഒരു പുൾ ബാക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഒന്നുകൂടി മേ ബി റീടെസ്റ്റ് വരാം 54,000 ലെവലിൽ. എൻ്റെ സ്റ്റോപ്പ് ലോസ് അല്ല ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ വരെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ലെവൽ വരെ വെയിറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് മേ ബി 54,000 ലെവലിൽ താഴോട്ട് വരുമ്പോൾ മാത്രമേ ഞാൻ എൻ്റെ ഒരു വ്യൂ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഇൻ കേസ് 54,000 ലെവൽ ഒന്നുകൂടി വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസ്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതെൻ്റെ മൈൻഡിലുണ്ട്. പ്രീമിയം എന്ന് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ പ്രീമിയത്തിൽ അതിനനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതെൻ്റെ മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് 54,000 ലെവലിൻ്റെ അടുത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എൻ്റെ ലോസ് ബുക്ക് ചെയ്യും. സോ 120 to 150 പോയിന്റ് ഒക്കെ മേ ബി എക്സ്പെക്ട് ചെയ്യാം. അത് എൻ്റെ മൈൻഡിലുണ്ട്, കാരണം ഇന്നത്തെ ദിവസം ഒരു നോർമൽ ദിവസമല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ട്രേഡ് എടുത്തിട്ടുണ്ട്. സോ ഇനി ഡിസിപ്ലിനോട് കൂടി ആ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാനാണ് പ്ലാന്. അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീണ്ടും ഒന്നുകൂടി 54,000 ലെവൽ ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇവിടെയാണ് എൻട്രി എടുത്തത്. 54,000 ലെവൽ വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് കാണിക്കുന്നുണ്ട്. പൊസിഷൻ നോക്കുവാണെങ്കിൽ ചെറിയൊരു ലോസ് റണ്ണിങ്ങിലാണ്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രീമിയത്തിൽ വളരെ അധികം ഫാസ്റ്റ് ആയിട്ടുള്ള ഡിപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണുക ഇതുപോലുള്ള എക്സ്പയറി ഇവൻ്റ് ദിവസങ്ങളിൽ. ഓക്കെ, അതുപോലെ ടാർഗറ്റും വളരെ ഈസിലി നമുക്ക് കിട്ടും. നമുക്ക് റിസ്ക് എവിടെയാണ് കൂടുതൽ അതിനനുസരിച്ചുള്ള ടാർഗറ്റ് ഒരുപാട് നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പോയിന്റ് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. സ്ലോലി സ്ട്രെങ്ത് കാണുന്നുണ്ട് മാർക്കറ്റിൽ. റൈറ്റ്, മേ ബി കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുവാണെങ്കിൽ 54,000 ലെവലിൽ മേ ബി എനിക്ക് എൻട്രി എടുക്കാമായിരുന്നു അല്ലേ. സോ ഫൈൻ, ഇതൊക്കെ നമ്മൾ പാർട്ട് ഓഫ് ദ ബിസിനസ് ആണ്. എനിവേ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ചാർട്ട് നോക്കുവാണെങ്കിൽ സ്ലോലി മൊമെൻറ്റം ഗെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ഔട്ട് ചെയ്ത് വീണ്ടും ഒരു റിട്രേസ്മെൻ്റ് എടുത്ത് വീണ്ടും മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. റൈറ്റ്, പൊസിഷൻ നോക്കുവാണെങ്കിൽ നെഗറ്റീവിൽ നിന്ന് മാറി പോസിറ്റീവിലോട്ട് വന്നിട്ടുണ്ട്. സോ നല്ലൊരു സൈനാണ്. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ചെറിയൊരു എമർജൻസി ഉണ്ട് പേഴ്സണൽ. സോ മൊബൈൽ റിങ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. സൈലൻറ്റ് മോഡാണ്, ബട്ട് സ്റ്റിൽ 7 കോള് വന്നിട്ടുണ്ട്. ബട്ട് ഈ ഒരു ട്രേഡ് ഓൾറെഡി നല്ലൊരു മൊമെൻറ്റമാണ് കാണുന്നത്. അപ്പോൾ പേഴ്സണൽ എമർജൻസി ഒന്ന് മാറ്റി വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് നമുക്ക് ട്രേഡേഴ്സ് വരുന്ന ഒരു ഡിസ്ട്രാക്ഷൻസ്. ചെറിയ ഡിസ്ട്രാക്ഷൻസ് പോലും ചിലപ്പോൾ നല്ലൊരു ട്രേഡ് ആയിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാകുക. ചിലപ്പോൾ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചെറിയൊരു ഡിസ്ട്രാക്ഷൻ എനിക്ക് പേഴ്സണലി മൈൻഡിലോട്ട് ചെറിയൊരു പേഴ്സണൽ ഡിസ്ട്രാക്ഷൻസ് വന്നാൽ പോലും അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. റൈറ്റ്, എനിവേ ഞാൻ എന്തായാലും ഈ ഒരു ട്രേഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഡേ ഹൈ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള പ്ലാനാണ്. സോ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി. 1.5 hour കഴിഞ്ഞിട്ടുണ്ട്. പൊസിഷൻ നോക്കുവാണെങ്കിൽ പ്രോഫിറ്റിലാണ് ഉള്ളത്. ഇപ്പോൾ ചെറിയൊരു വീക്ക്നെസ് മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഡേ ഹൈ ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല ബാങ്ക് നിഫ്റ്റി. അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. നിഫ്റ്റി ഓൾസോ ഷോവിങ് ഒരു വീക്ക്നെസ്. ഫിൻ നിഫ്റ്റി ഓൾസോ വീക്ക്നെസ് കാണുന്നുണ്ട്. ഒരു ഫ്യൂ സെക്കൻഡ് കൂടി വെയിറ്റ് ചെയ്തിരുന്നിട്ട് നോക്കാം ഡേ ഹൈ ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഒരു തവണ ചാൻസസ് എന്നതാണ് ബാങ്ക് നിഫ്റ്റി
കറക്റ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഇനി നോക്കാം, ഇനിയൊരു ലോ പോയിന്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ അതിന് മുൻപ് ഞാൻ എക്സിറ്റ് ചെയ്ത് മാറും, ചെറിയ പ്രോഫിറ്റിലാണെങ്കിലും. ഓക്കെ, നേരത്തെ പറഞ്ഞ ആ ഒരു ചാൻസ് എനിക്ക് തന്നതാണ്. നേരത്തെ നല്ല രീതിയിലൊരു പ്രീമിയത്തിൽ ഒരു സ്പൈക്ക് അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 120 പോയിന്റ് ഒക്കെ അടുത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡിൽ. ബട്ട് ആ ഒരു സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡിസ്ട്രാക്ഷൻസ് വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ മൈൻഡ് അത്ര ഒരു കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. പിന്നെ ഓൾസോ എനിക്കൊന്നും ചെറിയ ഗ്രീഡി ആയിട്ടുണ്ടോ എന്ന് ഡൗട്ട്. സോ എനിവേ, ഓൾറെഡി പ്ലാൻ ഉണ്ട് ഇപ്പോൾ ഒരു എക്സിറ്റ് ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ താഴോട്ട് വരുവാണെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും ബുക്ക് ചെയ്ത് മാറാനുള്ള പ്ലാനാണ്. ഓക്കെ ഗസ്, അപ്പോൾ ആ ഒരു ട്രേഡിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ 2 പൊസിഷൻ കാണാം, അതിൽ ഒന്നാണ് മെയിൻ ട്രേഡ്, ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് കവർ ഓർഡർ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്തതെന്നുള്ളൂ. ഓക്കെ, സോ അപ്പോൾ എന്തായാലും നല്ലൊരു ട്രേഡ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ കറക്റ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല, ചില ഡിസ്ട്രാക്ഷൻസ് കാരണം. സോ എനിവേ, അപ്പോൾ ഇനി എന്തായാലും വേറൊരു ട്രേഡില്ല. ആൻഡ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ ബൈ, താങ്ക് യു.